നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ വിജയിച്ചിരിക്കുകയാണ് ബി.ജെ.പി. കേരളത്തിൽ ആദ്യമായാണ് ബി.ജെ.പി 3 സീറ്റുകളിൽ വിജയിക്കുന്നത്. നേമത്തെ രാജീവ് ചന്ദ്രശേഖറിനും ചാത്തന്നൂരിൽ ബി ഗോപകുമാറിന് പിന്നാലെ കഴക്കൂട്ടത്തും ബി.ജെ.പി വിജയിച്ചു. 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി മുരളീധരൻ കഴക്കൂട്ടത്ത് വിജയിച്ചത്. നേമമണ്ഡലത്തിൽ 3800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചത്. 2016-ൽ നിയമസഭയിലേക്ക് ബി.ജെ.പിയുടെ ഒ രാജഗോപാൽ അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് നേമം. പിന്നീട് 2021-ൽ എൽ.ഡി.എഫിന്റെ വി ശിവൻകുട്ടി ബി.ജെ.പിയെ പരാജയപ്പെടുത്തി നേമത്ത് ജയിച്ചിരുന്നു. ചാത്തന്നൂരിൽ അട്ടിമറി ജയമാണ് ബി.ജെ.പി നേടിയത്. 4002 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ.ഡി.എഫിന്റെ ആർ രാജേന്ദ്രനെ ബി.ജെ.പിയുടെ ബി ഗോപകുമാർ പരാജയപ്പെടുത്തിയത്. ആകെ 46,567 വോട്ടാണ് ഗോപകുമാർ നേടിയിരിക്കുന്നത്. ബി.ജെ.പി 14 സീറ്റ് വരെ നേടുമെന്നായിരുന്നു ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രവചിച്ചിരുന്നത്. എന്നാൽ 2 സീറ്റുകളിൽ വിജയം ഉറപ്പെന്നായിരുന്നു വോട്ടെടുപ്പിന് ശേഷം ബി.ജെ.പിയുടെ വിലയിരുത്തൽ. എന്നാൽ പാർട്ടിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് 3 സീറ്റുകളിൽ വിജയം നേടിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ എം.എൽ.എ എന്ന ചരിത്ര നേട്ടത്തിനുടമയായിരിക്കുകയാണ് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ. കോഴിക്കോട് ജില്ലയിൽ എൽ.ഡി.എഫിന്റെ ശക്തി കേന്ദ്രമായ പേരാമ്പ്ര മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായാണ് ഫാത്തിമ തഹ്ലിയ ലീഗിന്റെ സ്ഥാനാർത്ഥിയായെത്തിയത്. ശക്തനായ എതിർ സ്ഥാനാർത്ഥി എൽ.ഡി.എഫിന്റെ മുതിർന്ന നേതാവ് ടി.പി. രാമകൃഷ്ണനെ 7000-ൽ പരം വോട്ടുകൾക്കാണ് ഫാത്തിമ തഹ്ലിയ പരാജയപ്പെടുത്തിയത്. യു.ഡി.എഫ് പിന്തുണയോടെ പയ്യന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ച മുൻ സി.പി.എം ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ നേടിയതും പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ച വിജയമായിരുന്നു. 7487 വോട്ടിനാണ് മണ്ഡലത്തിൽ കുഞ്ഞികൃഷ്ണന്റെ വിജയം. പയ്യന്നൂരിൽ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് ടി.ഐ. മധുസൂദനൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ തട്ടിയെടുത്തുവെന്ന് ആരോപിച്ചാണ് കുഞ്ഞികൃഷ്ണൻ സി.പി.എമ്മിൽ നിന്ന് പുറത്തുവന്നത്. ആരോപണത്തിന് പിന്നാലെ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയായിരുന്നു. ടി.ഐ. മധുസൂദനൻ തന്നെയാണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി. കേരളം ഒന്നടങ്കം ഉറ്റുനോക്കിയ മറ്റൊരു മണ്ഡലമായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലം. യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് ഉജ്ജ്വല വിജയം. ബി.ജെ.പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന മണ്ഡലത്തിൽ ശക്തയായ എതിരാളി ശോഭാ സുരേന്ദ്രനെ 12,000-ഓളം വോട്ടുകൾക്ക് പിന്നിലാക്കിയാണ് പിഷാരടി നിയമസഭയിലേക്ക് വണ്ടി കയറുന്നത്. തലസ്ഥാനത്ത് ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടകളിലൊന്നായിരുന്നു വാമനപുരം. കഴിഞ്ഞ 10 തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ സി.പി.എം തേരോട്ടമായിരുന്നു. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം.എൽ.എ ഡി.കെ. മുരളിയിലൂടെ മണ്ഡലം നിലനിർത്തി ഇടതുകോട്ട കാത്തുസൂക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ സി.പി.എമ്മിന് കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചത്. മണ്ഡലത്തിലെ 50 വർഷമായുള്ള ഇടതുകോട്ട തകർത്തിരിക്കുകയാണ് യു.ഡി.എഫിന്റെ സുധീർ ഷാ പാലോട്. ഡി.കെ. മുരളിയേക്കാൾ 10,000-ലധികം വോട്ടിനാണ് സുധീർ ഷാ പാലോടിന്റെ വിജയം. ഏത് വിരുദ്ധ തരംഗത്തിലും ഉറച്ചു നിന്നിരുന്ന പാർട്ടി കോട്ടകളിലെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ ഇടത് കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്.